ഹലോ ഗായ്സ്. അപ്പോൾ പുതിയൊരു കഥ തേടി വന്നതാണെങ്കിൽ എൻ്റെ ചാനലിലേക്ക് എത്തിയത് യാദർശികമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് എൻ്റെ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നൊരു വ്യത്യസ്തമായൊരു കഥയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. 2024 റിലീസായ നൈറ്റ് സ്വിം എന്ന ഒരു ഹൊറർ മിസ്റ്ററി മൂവിയാണ്. ഈ കഥയുടെ ഒരു വൺ ലൈൻ സ്റ്റോറി പറയുകയാണെങ്കിൽ, പുതിയതായി വാങ്ങിയൊരു വീട്ടിലേക്ക് താമസം മാറിയവരാണ് നമ്മുടെ സന്തുഷ്ട കുടുംബം. എന്നാൽ അവിടെ എത്തിയതിനു ശേഷം ഒരുപാട് മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്, നല്ലതും ചീത്തയും. എന്നാൽ ഇതിനൊക്കെ പിന്നിൽ എന്താണ്? ആ വീടിന് ഒരു രഹസ്യമുണ്ട്. അതെന്താണെന്ന് അവർക്കറിയാൻ തിടുക്കമായി, അതുപോലെ തന്നെ നമുക്കും. അപ്പോൾ നമുക്ക് നേരെ ആ മൂവിയിലോട്ട് പോകാം. അതിനു മുമ്പ് എൻ്റെ ഈ ചാനലിലെ എക്സ്പ്ലനേഷനൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിലും എൻ്റെ കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങളുണ്ടെങ്കിലേ നമ്മളുള്ളൂ. കഥയുടെ തുടക്കം 1992 ഒരു വേനൽക്കാല രാത്രി നന്നായി ഉറങ്ങിക്കൊണ്ടിരുന്ന റബേക്ക എന്ന പെൺകുട്ടി എന്തോ ഒരു ശബ്ദം കേട്ട് അവൾ ഉറക്കത്തിൽ നിന്ന് എണീക്കണം. അവൾ എണീറ്റ് ജനാലിലൂടെ പതിയെ നോക്കിയതും മുറ്റത്തെ സ്വിമ്മിംഗ് പൂളിലായി ഒരു കളിബോട്ട് തനിയെ ചലിച്ചുകൊണ്ടിരിക്കണം. ഇത് കണ്ടതും അതെൻ്റെ അനുജൻ്റെ കളിബോട്ടല്ലേ, അത് അവന് എടുത്തു കൊടുക്കാം എന്ന് വിചാരിച്ച് അവൾ നേരെ ചെല്ലുന്നത് നമ്മുടെ കൊച്ചനുജൻ്റെ റൂമിലേക്കാണ്. ഇടച്ചെറുക്ക, നിന്റെ കളിബോട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, വാ നമുക്കത് എടുക്കാം എന്ന നല്ല ഉറക്കമായിരുന്ന കൊച്ചനുജൻ അത് കേൾക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ റബേക്ക അത് അവന് എടുത്തു കൊടുക്കാം എന്ന് വിചാരിച്ച് ആരും അറിയാതെ അവൾ പോവാണ്. സ്വിമ്മിംഗ് പൂളിന് അടുത്തെത്തിയതും ഇത്രയും നേരം മുകളിലൂടെ ചലിച്ചുകൊണ്ടിരുന്ന ആ കളിബോട്ട് ഇപ്പോൾ വെള്ളത്തിനടിയിൽ നിലം പതിച്ച് എടുക്കുകയാണ്. ഇത് കണ്ട് നമ്മുടെ റബേക്ക ഒരു വലിയ വലത്തോട്ടെടുത്ത് അത് അവൻ എടുത്തു കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. എന്നാൽ അവൾ ഒരുപാട് പരിശ്രമിച്ചു അതെടുക്കാൻ. പക്ഷെ അതിനിടയിൽ അവളുടെ കാൽ വഴുതി അവൾ നേരെ ആ സ്വിമ്മിംഗ് പൂളിലോട്ട് വീഴാണ്. എന്നാൽ സ്വിമ്മിംഗ് പൂളാകട്ടെ ഒരു കാന്തം പോലെയാണ്. അതായത് എന്ത് വീണാലും അത് ആ വെള്ളത്തിലോട്ട് അങ്ങനെ ആഗിരണം ചെയ്യണം. അപ്പോൾ നമ്മുടെ റബേക്ക ആകട്ടെ വെള്ളത്തിലോട്ട് അങ്ങനെ താഴ്ന്നു പോകണം. ഇതേ സമയം മുകളിലായി അവളുടെ അമ്മ വന്ന് നിൽക്കുന്നതായി റബേക്ക് തോന്നി. അവൾ പെട്ടെന്ന് മുകളിലേക്ക് കുതിച്ചു വന്നു. മുകളിലേക്ക് എത്തി നോക്കിയതും മുകളിൽ അമ്മ പോയിട്ട് അവിടെ ഒരു പൊടി പോലും ഇല്ല, ആരുമില്ല. ആ നട്ടപ്പാതിരൊക്കെ ആര് വരാനാണ് അവിടെ. എന്നിരുന്നാലും നമ്മുടെ റബേക്ക തിരിച്ച് കയറാൻ ശ്രമിക്കുന്നതിനിടയിൽ ആ സ്വിമ്മിംഗ് പൂളിൽ ഇത്രയും നേരം കത്തിക്കൊണ്ടിരുന്ന ലൈറ്റ് തനിയെ കിട്ടും. എന്നാൽ ഇപ്പോൾ നമ്മുടെ റബേക്ക ശരിക്കും പേടിച്ചിരിക്കുകയാണ്. അവൾ അങ്ങനെ നിൽക്കുന്ന സമയത്തായിരുന്നു, അതായത് വെള്ളത്തിൽ അങ്ങനെ നിൽക്കുന്ന സമയത്തായിരുന്നു അവളെ ആരോ വെള്ളത്തിനടിയിലോട്ട് വലിച്ചു കൊണ്ടുപോയി. അതിനുശേഷം അവിടെ സീൻ കട്ടായി. അടുത്ത സീനിലായിട്ട് നമ്മുടെ കഥാനായകനായിട്ടുള്ള റേയെ കാണിച്ചിട്ടുണ്ട്. റേയെ പറ്റി പറയുകയാണെങ്കിൽ അവനൊരു ഭാര്യ ഈവ്, അതുപോലെ തന്നെ മകൾ ഏലിയറ്റ്, മകൾ ഈസി, മകൻ ഏലിയറ്റ്. അപ്പം അങ്ങനെ ഒരു ചെറിയ കൊച്ചു കുടുംബമാണ്. അപ്പോൾ നമ്മുടെ റേ ആണെങ്കിൽ ഇപ്പോൾ വല്ലാത്തൊരു അവസ്ഥയിലാണ്. അതായത് അവനൊരു തരം പ്രത്യേക രോഗം പിടിപെട്ടുകയാണ്. എന്നാൽ ഈ റേ ഒരു ബേസ്ബോൾ പ്ലെയർ ആയിരുന്നു, അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള നല്ലൊരു കളിക്കാരനായിരുന്നു. പക്ഷേ ഈ രോഗം പിടിപെട്ടുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കളിക്കാനുള്ള ശേഷിയെല്ലാം നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ താൽക്കാലികമായി റിട്ടയർഡ് ആയിരിക്കും. അപ്പോൾ റേയുടെ ഭാര്യയായിട്ടുള്ള ഈവിനെ നോക്കുകയാണെങ്കിൽ അവളൊരു ടീച്ചറാകാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതേസമയം എക്സ്പീരിയൻസിന് വേണ്ടി അവൾ ഓഫീസ് അഡ്മിനായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഈ ചുറ്റുവട്ടത്തായിട്ടുള്ളൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയിരിക്കുകയാണ്. എന്നാൽ അവർ മുമ്പ് താമസിച്ചിരുന്നത് ഒരുപാട് ദൂരെ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇവിടെ ഒരു റൂം വാടകയ്ക്ക് എടുത്ത് താമസിക്കാമെന്നും കരുതിയാണ് നമ്മുടെ റേയും ഈവും ഫാമിലിയായി ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് ഇതെല്ലാം കാണിച്ചു കൊടുക്കുന്നതും പുതിയ പുതിയ വീടുകൾ കാണിച്ചു കൊടുക്കുന്നതും പരിചയപ്പെടുത്തുന്നതും കെ എന്നൊരു സ്ത്രീയാണ്. ഇപ്പോൾ കെനെ പറ്റി പറയുകയാണെങ്കിൽ അവളൊരു ബ്രോക്കറാണ്. ഈ വീടുകളെ കാണിച്ചു കൊടുക്കുക, അതുപോലെ വീടുകൾ വിൽപ്പന ചെയ്യുക, അതുപോലെ തന്നെ അങ്ങനെ അവസാനം അവർക്ക് ഈ വീടാണ്ട് ഇഷ്ടപ്പെടുകയാണ്. എന്തായാലും ഇവിടേക്ക് മാറാം എന്ന് തീരുമാനിച്ച് അവരവിടെ നിന്നും ഇറങ്ങുകയാണ്. അങ്ങനെ വരുന്ന വഴിയിലാണ് നമ്മുടെ റേ ഒരു വീട് വിൽപ്പനക്ക് വെച്ചതായി കാണുന്നത്. പെട്ടെന്ന് തന്നെ വണ്ടി നിർപ്പിക്കുകയും അതുപോലെ തന്നെ കെയെയും കൂട്ടി നമ്മുടെ ഈവും ഫാമിലി എല്ലാവരും കൂടി ചെന്ന് ആ വീട് സന്ദർശിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കെ പറയാണ്, ഈ വീട് വാടക കൊടുക്കുന്നില്ല എന്നായിരുന്നു ഞാൻ അന്വേഷിച്ച് പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളോട് പറയാതിരുന്നത്. പിന്നെ ഈ വീടിന് പ്രത്യേകിച്ച് ഒരു കുഴപ്പമൊന്നുമില്ല, 10-20 വർഷമായിട്ട് ഒരു വ്യക്തിയുടെ കയ്യിൽ തന്നെയാണ് എന്നൊക്കെ പറയണം. ഇപ്പൊ നമ്മുടെ റേനെ നോക്കുകയാണെങ്കിൽ അവൻ ആ വീടിനോട് ചേർന്ന് കിടക്കുന്നു ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. കണ്ടിട്ട് ഒരുപാട് കാലമായിട്ട് ആരും യൂസ് ചെയ്യാത്തൊരു സ്വിമ്മിംഗ് പൂള്, ഒരുപാട് കച്ചറയും ചവറും. അപ്പൊ അതിലോട്ട് അങ്ങനെ നോക്കി നിൽക്കുകയാണെങ്കിൽ ഇതിനിടയിൽ ഒരു ബേസ് ബോള് ആ സ്വിമ്മിംഗ് പൂളിൽ അങ്ങനെ കിടക്കുന്നതായിട്ട് നമ്മുടെ റേക്ക് തോന്നുന്നു. റേ അത് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ കാൽ വഴുതി നേരെ സ്വിമ്മിംഗ് പൂളിലോട്ട് വീണതും നമ്മുടെ റേയുടെ ചിന്തയിലോട്ട് അവൻ്റെ കഴിഞ്ഞു പോയ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ വരികയാണ്. എന്നാൽ ഒരുപാട് വെള്ളത്തിലോട്ട് അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഭാര്യയും മക്കളൊക്കെ കൂടി അവൻ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്.
എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും ഹോസ്പിറ്റലിലെ ഡോക്ടർ പറയുന്നത് അവൻ്റെ രോഗം വല്ലാതെ കൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ശരീരം വല്ലാതെ അലകുന്ന ഭാരമുള്ള ജോലികൾ ചെയ്യരുതെന്നും അതുപോലെ തന്നെ കുറച്ചു കാലം എന്ന് ഉദ്ദേശിച്ച് ആ രോഗം മാറുന്നത് വരെ വീൽ ചെയറിൽ കഴിയണമെന്നും പറയാണ്. അതോടൊപ്പം തന്നെ ഈ രോഗം കുറക്കാനുള്ള ചെറിയൊരു മാർഗമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്, അതായത് സ്വിമ്മിങ്, നീന്തുക, അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രവർത്തികൾ ചെയ്യുക. ഇതിലൂടെയൊക്കെ രോഗം ചെറുതായിട്ട് കുറക്കാൻ പറ്റും എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടതോടുകൂടി തന്നെ നമ്മുടെ റേ വല്ലാതെ സങ്കടപ്പെടുകയാണ്. അതായത് ഇനി മുതൽ നടക്കാൻ പറ്റില്ല, അവൻ്റെ സ്വപ്നമായ കളി അത് ഒരിക്കലും ഇനി കളിക്കാൻ പറ്റില്ല എന്ന രീതിയിൽ വരെ. അതിനുശേഷം ഡോക്ടറിനെ അവിടെ നിന്ന് മടങ്ങുന്നതിനിടക്ക് നമ്മുടെ റേ ഈവിനോട് പറയണം, നമുക്ക് ആ വീട് എടുക്കാം, അതാണെന്നുണ്ടെങ്കിൽ സ്വിമ്മിങ് പൂളും ഉണ്ട്, നീന്താം, എത്ര കാലം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീടില്ലാണ്ടൊക്കെ എന്നൊക്കെ പറയണം. അപ്പോൾ നമ്മുടെ ഈവിനും അത് നല്ലൊരു തീരുമാനമായി തോന്നുന്നു. അവരാ വീട് അങ്ങോട്ട് വാങ്ങുന്നു. അങ്ങനെ വീടൊക്കെ വാങ്ങി തട്ടിക്കൂട്ട് പണികളൊക്കെ ചെയ്ത് ആകെ മൊത്തം സെറ്റാക്കിയിട്ടുണ്ട്. നല്ലപോലെ ദിവസങ്ങളൊക്കെ കടന്നു പോവാണ്. ഒരു ദിവസം കൊണ്ട് നമ്മുടെ റേയും മക്കളും ഭാര്യയൊക്കെ ചേർന്ന് അവർ ആ സ്വിമ്മിംഗ് പൂളൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ നോക്കണം. അപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് റേ ആണെന്നുണ്ടെങ്കിൽ ഈ ഡ്രൈനേജ് പോലെ ഉണ്ടാവുമല്ലോ നമ്മുടെ സ്വിമ്മിംഗ് പൂളിൻ്റെ അടിയിൽ, ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് റേയുടെ കൈ പെട്ടെന്ന് എന്തോ കടിച്ച പോലെ തോന്നുകയാണ്. അവൻ കൈ വലിച്ചെടുക്കണം പുറത്തേക്ക്. എന്നാൽ പുറത്തെടുത്ത് നോക്കിയതും കൈയിൻ്റെ സെൻട്രലായിട്ട് ഏകദേശം വലിയൊരു മുറി. അത് കണ്ടത് എല്ലാവരും കൂടി കൈയൊക്കെ കെട്ടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ആ സ്വിമ്മിംഗ് പൂളിൻ്റെ അടിയിൽ നിന്നും, അതായത് ഈ ഡ്രെയിനേജ് എന്ന് പറഞ്ഞല്ലോ അതിൻ്റെ അടിയിൽ നിന്നും ഒരു തരം കറുത്ത വെള്ളം അങ്ങനെ പൊങ്ങി വരികയാണ്. പൊങ്ങി വന്ന് അങ്ങനെ പടർന്നുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ടിട്ട് ഇവർക്കൊന്നും മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ വർക്കുകളൊക്കെ ചെയ്യുന്ന കുറച്ച് വിദഗ്ധന്മാരുണ്ടാവില്ല, അങ്ങനെ 2 പേരെ ഇവർ വിളിക്കുകയാണ്. അപ്പോൾ അവർ ഇതെല്ലാം നോക്കി കണ്ട് ഒക്കെ മനസ്സിലായ ശേഷം അതിലൊരുത്തൻ പറയാണ്, ഞാൻ ഒരുപാട് സ്വിമ്മിംഗ് പൂള് കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ ഒരെണ്ണം ആദ്യമായിട്ടാണ്. കാരണം നമ്മളൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയാൽ അതിലേക്കുള്ള വെള്ളം നമ്മൾ മോട്ടർ അടിച്ചിട്ട് നിറക്കിയിരിക്കും, അല്ലെങ്കിൽ കിണറായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കും പൈപ്പൊക്കെ ഇട്ടിട്ട്. പക്ഷെ നിങ്ങളുടെ സ്വിമ്മിംഗ് പൂളിലേക്ക് വരുന്ന വെള്ളം അത് ഭൂമിക്കടിയിൽ നിന്ന് വരുന്നതാണ്. അത് ഭൂഗർഭജലമാണ്, നാച്ചുറലായി ശുദ്ധീകരിക്കുന്ന വെള്ളമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾ എന്തായാലും ഭാഗ്യമാരാണ്, ഇത് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞ് നമ്മളുടെ ആ സ്വിമ്മിംഗ് പൂൾ വിദഗ്ധന്മാരൊക്കെ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടതോടുകൂടി ഈവിനും റേക്കും ഏകദേശം അവർ കൊടുത്ത് വാങ്ങിയ വീടും സ്വിമ്മിംഗ് പൂളും എല്ലാം മുതലായി എന്നൊക്കെ തോന്നുന്നു. അങ്ങനെ വീണ്ടും ദിവസങ്ങൾക്ക് ഒരു പഞ്ചമില്ലാതെ അങ്ങനെ പോവാണ്. കാരണം സ്വിമ്മിംഗ് പൂളൊക്കെ നന്നായി അവർ അത് എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ നമ്മുടെ ഈവ് തനിയെ നീന്തിക്കൊണ്ടിരിക്കുന്നു. എന്ത് സുഖമല്ലേ, നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഒരു സ്വിമ്മിംഗ് പൂളും, നമുക്ക് എപ്പോൾ ആണെങ്കിലും നീന്താം. എന്തായാലും അങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈവ്. പക്ഷെ പെട്ടെന്നായിട്ട് നമ്മുടെ ഈവിൻ്റെ ചെറിയ മകനുണ്ട് എലിയറ്റ്, അവൻ വളർത്തുന്ന ഒരു പൂച്ചയുണ്ട്. പൂച്ച ആ സ്വിമ്മിംഗ് പൂളിന് അടുത്തെത്തിയിട്ട് അങ്ങനെ ഒരു വല്ലാത്ത ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് എന്തിനെങ്കിലും നമ്മുടെ പരിചയമില്ലാത്ത എന്തിനെങ്കിലും കണ്ടാലൊക്കെ പൂച്ച ഉണ്ടാക്കുമല്ലോ ഒരു ശബ്ദം, അതുപോലെ അങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈവാണെന്നുണ്ടെങ്കിൽ അതൊന്നും കാര്യമാക്കാതെ അവൾ അങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കുറച്ചു നേരം നീന്തി കഴിഞ്ഞപ്പോഴേക്കും ഈവ് പെട്ടെന്ന് നമ്മുടെ റേ അവിടെ വന്ന് നിൽക്കുന്നതായിട്ട് തോന്നുന്നു. പെട്ടെന്ന് അവൾ ഞെട്ടി, ഞാൻ പേടിച്ചു പോയി റേ എന്ന് പറഞ്ഞ് നോക്കുന്നതും നമ്മുടെ റേ അവിടെ കാണാനില്ല. അവൾക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല. പെട്ടെന്നായിരുന്നു ആ സ്വിമ്മിംഗ് പൂളിലെ ലൈറ്റും അങ്ങോട്ട് ഓഫ് ആവുന്നത്. ഇതൊക്കെ കണ്ടതോടുകൂടി നമ്മുടെ ഈവിനാണെങ്കിൽ ഭയങ്കര പേടിയാവുന്നു. ഈ വേഗം അവിടെ നിന്ന് കുളി നിർത്തി വേഗം റൂമിൽ പോയി നോക്കുന്ന സമയത്ത് നമ്മുടെ റേ ആണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എണിച്ച മട്ടില്ല അങ്ങനെ ഇരിക്കുകയാണ്. അതായത് കണ്ണൊക്കെ തുറന്നിങ്ങനെ പെട്ടെന്ന്. അപ്പോൾ നമ്മുടെ ഈവ് ചോദിക്കുന്നുണ്ട് സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തേക്ക് റേ ഇപ്പോൾ വന്നിരുന്നു. അപ്പോൾ റേ പറയാണ്, ഇല്ല ഞാൻ ഇപ്പോൾ നന്നായിട്ട് ഉറങ്ങിയിരുന്നു, ഇപ്പം എണിച്ചിട്ടുള്ളൂ. എന്നാൽ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഈവിനാണ് ഒന്നും മനസ്സിലാവണില്ല. പിറ്റേ ദിവസമായിട്ട് രാവിലെ എണിച്ചിട്ട് നമ്മുടെ ഈവിൻ്റെ ചെറിയ മകനായിട്ട് ഏലിയറ്റ് ആ പൂച്ചേനെ തിരഞ്ഞു നടക്കുകയാണ്. അതായത് ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞല്ലോ ഒരു സ്വിമ്മിംഗ് പൂളിനടുത്തായിട്ട് കണ്ടൊരു പൂച്ചേൻ, അതിനെ തേടി അവൻ അങ്ങനെ നടക്കണം. പക്ഷെ ആ പൂച്ചേൻ്റെ ബെൽറ്റ് മാത്രം അവർക്ക് ആ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കിട്ടുകയാണ്. ഇപ്പോൾ ആ ബെൽറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ റേ അത്യാവശ്യം ആ സ്വിമ്മിംഗ് പൂളിൻ്റെ അരികത്തായി മുട്ടൂത്തിയിരുന്ന് അത് എടുക്കാൻ ശ്രമിക്കണം. അത് എടുക്കുന്ന സമയത്ത് നമ്മുടെ റേക്ക് അവൻ്റെ ശരീരത്തിന് ഏകദേശം കുറച്ച് ഊർജം കിട്ടിയ പോലെയൊക്കെ തോന്നണം. അതുകൊണ്ട് തന്നെ അവനവന് മാറിപ്പോയി ഒരു റൂമിൽ നിന്ന് അവൻ്റെ കയ്യിലുള്ള മുടിയിലെ കെട്ടുണ്ടല്ലോ അതങ്ങോട്ട് തുറന്നു നോക്കുമ്പോഴാണ് നമ്മുടെ ചെറുക്കൻ്റെ കയ്യിലുണ്ടായിരുന്ന അത്രയും വലിയ മുറി ഉണ്ടായിരുന്നല്ലോ അതിപ്പോൾ അതിൻ്റെ ഒരു അടയാളം പോലും ഇല്ലാത്ത വിധം അത് മാഞ്ഞു വയ്ക്കണം. ഇത് കണ്ടിട്ട് നമ്മുടെ റേ ആകെ അത്ഭുതപ്പെടുകയാണ്. ഇപ്പോൾ നമ്മുടെ ഏലിയറ്റ് നോക്കുകയാണെങ്കിൽ അവൻ വളരെ, അതായത് ഒരുപാട് സങ്കടത്തിലാണ്.
അതായത് പുതിയതായ സ്ഥലം മാറി വന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവന് പുതിയ കൂട്ടുകാരൊന്നുമില്ല. ആകെ ഉണ്ടായത് ഒരു പൂച്ചയായിരുന്നു. പക്ഷെ അത് പോവുകയും ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവരതിന് കർട്ടനൊക്കെ ഇട്ട് തുടങ്ങി. കാരണം ഇനി വല്ലതും വരണ്ട എന്ന് വിചാരിച്ചായിരിക്കും. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഈവ് ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് എന്തോ ഒരു സ്വപ്നം കണ്ടിട്ട് അവിടെ ഉണർന്നു നോക്കുമ്പോൾ നമ്മുടെ റേ അവിടെ കാണാനുണ്ടാവില്ല. കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടി അവൾ വെറുതെ ആ ജനലിലൂടെ നോക്കുമ്പോൾ നമ്മുടെ റേ ആ നട്ടപ്പാതിരാക്ക് സ്വിമ്മിംഗ് പൂളിൽ അങ്ങനെ നീന്തി കളിക്കണം. എന്നാൽ നമ്മുടെ ഈവ് വിചാരിച്ചു ചിലപ്പോൾ നമ്മുടെ ഡോക്ടർ പറഞ്ഞതുപോലെ രോഗം കുറക്കാൻ വേണ്ടിയുള്ള എക്സസൈസ് ചെയ്യുമായിരിക്കുമെന്ന് നമ്മുടെ ഈവ് വിചാരിക്കുന്നു. അടുത്ത ദിവസമായിരുന്നു നമ്മുടെ റേയുടെ രോഗം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടിരിക്കുന്നു, ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അവിടെ ചെന്നതാണ് നമ്മുടെ റേയും ഈവും ആകെ ഞെട്ടാണ്. അതോടൊപ്പം ആ ഡോക്ടറും. കാരണം ഇതുവരെയും മാറാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് ആ ഡോക്ടർ വരെ ഞെട്ടിപ്പോയി. ഡോക്ടർ പറയുന്നത് ഇങ്ങനെയാണ്, അതായത് നമ്മുടെ റേയുടെ രോഗം അത് ഒരു ലേശം പോലും ഇല്ലാതെ പൂർണ്ണമായും മാറിയിരിക്കണം. അപ്പോൾ ഡോക്ടർ തന്നെ ആശ്ചര്യത്തോടു കൂടി പറയുന്നുണ്ട്, ഇതുപോലെ ഇങ്ങനെ ഇത്രയും നല്ലൊരു റിസൾട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. എന്തുകൊണ്ടും നിങ്ങൾ രക്ഷപ്പെട്ടു ഈ രോഗത്തിൽ നിന്ന്. അപ്പം നമ്മുടെ റേയും ഈയും പറയാണ്, നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ദിവസവും നീന്തിയിരുന്നു, ഞങ്ങളുടെ വീട്ടിലിപ്പോൾ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അതുകൊണ്ടായിരിക്കും എന്ന് പറയുന്നു. ശേഷം ആയിക്കോട്ടെ, നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ദിവസം നമ്മുടെ എലിയറ്റിന് കുളിക്കാൻ, അതായത് ഈ സ്വിമ്മിംഗ് പൂളിലൊന്ന് കളിക്കണം എന്നൊരു മോഹമാണ്. അതായത് ഈ കോയിനൊക്കെ ഇട്ടിട്ട് കളിക്കൂലും അതുപോലെ. എന്നാൽ അതിനു വേണ്ടി അച്ഛനെ വിളിക്കാൻ ചെന്നപ്പോഴേക്കും അച്ഛൻ വർക്കൗട്ടിലായതുകൊണ്ട് തന്നെ അവനോട് തുടങ്ങിക്കോളാൻ പറയണം, ഞാൻ എത്തിക്കോളാം എന്ന് പറഞ്ഞ് ഏലിയേറ്റിനെ അവിടെ നിന്ന് വിടുന്നു. അപ്പോൾ ഏലിയേറ്റ് ആണെങ്കിൽ സ്വിമ്മിംഗ് പൂളിലൊക്കെ നിന്ന് അവൻ്റെ കയ്യിലൊരു കുപ്പിയുണ്ട്, അതിൽ നിറയെ കോയിനാണ്. അപ്പോൾ അതൊരു സൈഡിലും വെച്ച് അവൻ നീന്താൻ ഇറങ്ങണം. അപ്പോൾ വെള്ളത്തിനടിയിലേക്ക് ഇങ്ങനെ പോയി നീന്തുന്ന സമയത്താണ് പെട്ടെന്നൊരു കോയിന് മുകളിൽ നിന്ന് ആരോ ഇടുന്ന പോലെ നിലത്തിൽ വന്നു. അപ്പോൾ അവനത് എടുക്കാൻ ചെല്ലുന്നു. പിന്നെയും വന്നു വരണം, അതും എടുക്കണം. എന്നാൽ വീണ്ടും വരണം. അതെടുത്തതിന് ശേഷം നമ്മുടെ ഏലിയേറ്റ് ആണെങ്കിൽ മുകളിലേക്ക് ചെന്ന് നോക്കുന്നു. ചിലപ്പോൾ അച്ഛനായിരിക്കും അത് ഇടുന്നതെന്നും വിചാരിച്ച് അവൻ മുകളിലേക്ക് ചെന്ന് നോക്കിയതും അവിടെ ആരും കാണാനില്ല. അപ്പോൾ ചെറുക്കിന് ആദ്യമൊന്നും മനസ്സിലായില്ലെങ്കിലും ചെറുതായിട്ടൊരു പേടി വരുന്നു. അപ്പോൾ അച്ഛനല്ല എന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ നമ്മുടെ ഏലിയേറ്റ് വിചാരിച്ചു അത് അവൻ്റെ ഏട്ടത്തിയായിരിക്കും ചെയ്യുന്നതെന്ന്. എന്നാൽ ഏട്ടത്തിനെ വിളിച്ചിട്ട് അവള് ഉത്തരം നൽകാത്തത് കൊണ്ട് തന്നെ അവൻ പറയാണ്, ഞാൻ എന്നാൽ ഒന്നുകൂടി താഴേക്ക് പോകണം. അങ്ങനെ വെള്ളത്തിൽ നിന്ന് ആ കോയിൻ എടുത്തിട്ട് നമ്മൾ ചെറുക്കാൻ നേരെ വന്നിരിക്കുന്നത് ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാവില്ലോ ഈ ജമ്പ് ചെയ്യാൻ പറ്റിയൊരു സംഭവം, അതിൻ്റെ നേരെ ചോട്ടിലാണ്. അതേസമയം ആ പലകയുടെ മുകളിലായിട്ട് ആരും വന്ന് നിൽക്കണമല്ലോ തോന്നുന്നു. കാരണം വല്ലാത്തൊരു ശബ്ദം. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെറുതായിട്ടൊന്ന് പേടിച്ചു വീണ്. എന്നത് ആരാണെന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ചവൻ ആ പലകേൻ്റെ മുകളിലേക്ക് ചാടി പിടിച്ച് എത്തി നോക്കുന്നു. എന്നാൽ അവിടെ ആരെയും കാണുന്നില്ല. ഇതോടുകൂടി തന്നെ നമ്മുടെ ചെറുക്കൻ വല്ലാതെ പേടിച്ചു. ഇപ്പോൾ എങ്ങനെയും അവിടെ നിന്ന് നീന്തി കയറാം എന്ന് വിചാരിച്ചവൻ നീന്തി കരക്കെടുക്കാൻ നോക്കുന്നതോടുകൂടി അവിടെ ആ സൈഡിലായിട്ട് ഒരു ചെറിയ ഹോളിൽ ഒരു ശബ്ദം.